Chapter number 3, നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ നമ്പർ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്ന് 2 എസ്സേ ക്വസ്റ്റ്യൻ ഉള്ള ചാൻസ് ഉണ്ട്. ആ 2 എസ്സേ ക്വസ്റ്റ്യനും അതേപോലെ ഇതിനകത്ത് വരുന്ന പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, പ്രോബ്ലം ബേസ്ഡ് എസ്സേസ് ആൻഡ് പ്രോബ്ലംസ്. അതിൽ ആദ്യത്തെ എസ്സേ ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ളത് ഡിസ്ക്രൈബ് ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നാണ്. അപ്പോൾ ആദ്യം ഈ ഡിസ്ക്രൈബ്, ഇതൊരു ഷോർട്ട് റൺ ലോ ആണ്. ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആദ്യം എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. ആ ലോ പറയുന്നത് വെൻ വി ഇൻക്രീസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ വേരിയബിൾ ഇൻപുട്ട്, അതായത് നമുക്ക് 2 ഇൻപുട്ടാണ് ഉള്ളത്. ഒന്ന് വേരിയബിൾ ആയിരിക്കും, മറ്റെന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അത് അങ്ങനെ തന്നെ നിർത്താനല്ലേ പറ്റുള്ളൂ. പക്ഷെ വേരിയബിൾ ആയിട്ടുള്ള ഇൻപുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടി കൊണ്ടുവരിക. ഈ കോൺസ്റ്റന്റ് ആയ ഇൻപുട്ടിനെ കൂടെ നമ്മൾ ഈ വേരിയബിൾ ഇൻപുട്സിനെയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം മാർജിനൽ പ്രോഡക്റ്റ് കൂടും, പക്ഷേ ബട്ട് ആഫ്റ്റർ എ സർട്ടൺ ലെവൽ മാർജിനൽ പ്രോഡക്റ്റ് കുറയും. അപ്പം നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് രണ്ടിനും കൂടെ ഇങ്ങനെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എല്ലും കെയും ആണ്. 2 ഇൻപുട്സ് ആണ്, ഒന്ന് ലേബറും മറ്റതൊന്ന് എന്താണ് ക്യാപിറ്റലാ. ഇത് കോൺസ്റ്റന്റ് ആണ്. ക്യാപിറ്റൽ എന്താണ് മക്കളെ, കോൺസ്റ്റന്റ് ആണ്. ഇതെന്താണ്, വേരിയബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ വേരിയബിൾ ഇൻപുട്ടിന്റെ അളവ് 1, 2, 3, 4 എന്നിങ്ങനെ അളവ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപിറ്റൽ സെയിം ആണ്, മനസ്സിലായോ? അങ്ങനെ ഇതിന്റെ അളവ് മാറ്റും തോറും എന്ത് സംഭവിക്കുന്ന പറയുന്നത്, ആദ്യം മാർജിനൽ പ്രോഡക്റ്റ് കൂടും. ആദ്യമൊക്കെ നല്ല വർധനവായിരിക്കും, പക്ഷെ കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, കുറയും. അതാണ് നമ്മുടെ ഈ ലോ പറയുന്നത്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. മാത്രമല്ല ദിസ് ഇസ് എ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനാ. അത് പിന്നെ പറയാനൊന്നുമില്ല, കാരണം ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിരിക്കും. കാരണം ഷോർട്ട് റണ്ണിൽ മാത്രമേ നമുക്ക് വേരിയബിൾ ഇൻപുട്ട് ഉണ്ടാവുള്ളൂ. ലോങ് റണ്ണിൽ രണ്ടും എന്തായിരിക്കും, വേരിയബിൾ ആയിരിക്കും. സമയമുണ്ടല്ലോ. പക്ഷെ ഇവിടെ ലോങ് റണ്ണിൽ ഒന്ന് മാത്രമേ വേരിയബിൾ ഉള്ളൂ, മറ്റത് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ? ലോങ് റണ്ണിൽ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക, കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. നമുക്ക് എല്ലാം എന്ത് തന്നെയാണ്, വേരിയബിൾ ആണ്. ഓക്കെ, ഇനി ഈ ലോയെ വിളിക്കുന്ന വേറൊരു പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ്. ഇപ്പൊ നമ്മളോട് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോ തന്നെയാണ് എഴുതേണ്ടത്. ക്ലിയർ? അപ്പൊ നോക്കിയേ, ഈ ലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രം ആണ്. ഈ ലോ ചോദിച്ചു കഴിഞ്ഞാൽ ആ ലോ എന്താണെന്ന് എഴുതി വെച്ചാൽ മാത്രം മാർക്ക് കിട്ടില്ല. നമ്മൾ ആ ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ടോട്ടൽ പ്രോഡക്റ്റ് കർവ് വരച്ചു. കണ്ടോ, ദിസ് ഇസ് അവർ ടോട്ടൽ പ്രോഡക്റ്റ് കർവ്. ഇനി രണ്ടാമത് ഇവിടെ നിന്ന് കാണുന്നതാണ് നമ്മുടെ എന്ത്, മാർജിനൽ പ്രോഡക്റ്റ്. കണ്ടോ, ഇനി നമ്മുടെ എന്തുണ്ട്, ഒന്നും കൂടെ നമ്മൾ വരയ്ക്കാനുണ്ട്. ദാറ്റ് ഈസ് അവർ ആവറേജ് പ്രോഡക്റ്റ്. നമ്മുടെ ആവറേജ് പ്രോഡക്റ്റ് ആദ്യം ഇങ്ങനെ പോയി ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ ആവറേജ് പ്രോഡക്റ്റ്. ഇനി ഇതില് ഈ ഒരു ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന് 3 സ്റ്റേജസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിയോ. ആദ്യം നമ്മുടെ എം പിയും എ പിയും ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്, അവിടേക്ക് നേരെ ഒരു വര വരയ്ക്കാം. പിന്നെ എം പി 0 ആവുന്നൊരു പോയിന്റ് ഉണ്ട്, അവിടെ വെച്ച് നേരെ വര വരയ്ക്കുക. ഇപ്പൊ നമുക്ക് എന്തുണ്ട്, 3 സ്റ്റേജ് ആയി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ്, ഇതാണ് നമ്മുടെ തേർഡ് സ്റ്റേജ്. ഓക്കെ, ഇത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഓരോ സ്റ്റേജും ആണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. നോക്കിയേ, നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഞാനിവിടെ എഴുതാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിനെ വിളിക്കുന്ന പേര് ഇൻക്രീസിങ് സ്റ്റേജ് എന്നാ. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്, ഇൻക്രീസിങ് സ്റ്റേജ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ചോദിക്കും വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഇൻക്രീസിങ് സ്റ്റേജ് അല്ലെ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ നോക്കിയേ, ഇവിടെ നമ്മുടെ ടി പി ഈസ് ഇൻക്രീസിങ് അല്ലെ. ടി പി ഈസ് ഇൻക്രീസിങ്. What happens to our AP? AP also increasing. What happens to our MP? MP അല്ലേ താഴെ, MP ആണ് ഈ താഴെ. MP is also increasing. എല്ലാം ഇൻക്രീസ് ചെയ്യാണ്. APയും TPയും MPയും ഒക്കെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻക്രീസിങ് സ്റ്റേജ്. ഇതിനെ വിളിക്കുന്ന പേര് ഇൻക്രീസിങ് സ്റ്റേജ് എന്നാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് നോക്കാം. രണ്ടാമത്തെ സ്റ്റേജില് ഇത് എല്ലാം ഇൻക്രീസ് ചെയ്യാം. നോക്കിയേ, ടി പി ഈസ് ഓൾസോ ഇൻക്രീസിങ്. എ പി ഇവിടെ നിന്ന് ഇങ്ങനെ താഴാൻ തുടങ്ങുന്നു, എം പി ഈസ് ഓൾസോ ഡിക്രീസിങ്. കണ്ടോ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേജിൽ ടി പി ഈസ് ഇൻക്രീസിങ്. പാവം, ടി പി ആരെയും മൈൻഡ് ആക്കുന്നില്ല, ടി പി ഈസ് ഇൻക്രീസിങ്. ഓക്കെ, പക്ഷേ നമ്മുടെ എ പി ഈസ് ഡിക്രീസിങ്, എം പി ഈസ് ഓൾസോ ഡിക്രീസിങ്. കണ്ടോ, ടി പി മാത്രമാണ് ഇൻക്രീസ് ചെയ്യുന്നത്, പക്ഷെ ബാക്കി രണ്ടെണ്ണം മക്കളെ എന്ത് ചെയ്യാണ്, കുറയുക. അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിമിനീഷിംഗ് സ്റ്റേജ് എന്നാണ്. ഓക്കെ, ഇതെന്താണ്, ഡിമിനീഷിംഗ് സ്റ്റേജ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ അപ്പൊ ചോദിക്കും ടി പി കൂടുകയല്ലേ, അപ്പൊ അതിനെ ഇൻക്രീസിംഗ് സ്റ്റേജ് എന്ന് വിട്ടൂടേന്ന്, അതിന് പേരിട്ടൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ
എം പിയും എ പിയും എം പിയും താഴുക, അവിടെ പിന്നെ കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷെ ടി പി കൂടുന്നുണ്ടെങ്കിലും ആ കൂടുന്ന നിരക്ക് എന്താണ്, കുറവാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡിമിനിഷിങ് സ്റ്റേജ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് നമ്മുടെ എന്ത് സ്റ്റേജ് ആയിട്ട് മാറും, സെക്കൻഡ് സ്റ്റേജ് ആണ് ഡിമിനിഷിങ് സ്റ്റേജ്. മനസ്സിലായോ, ഡിമിനിഷിങ് സ്റ്റേജ്. അപ്പോൾ ഡിമിനിഷിങ് സ്റ്റേജിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, എന്താണ്, ടി പി എന്ത് ചെയ്യുന്നു, കൂടുന്നു, എ പി എം പി എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ് ഉണ്ട്, അത് നമ്മുടെ തേർഡ് സ്റ്റേജ്. എന്താണ് നമ്മുടെ തേർഡ് സ്റ്റേജിൽ കാണുന്നത് നമ്മൾ നോക്കുക. ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടി പി ഈസ് ഡിക്രീസിങ്. കണ്ടോ, ടി പി കുറയുന്നു. വാട്ട് എ പി, എ പി ഈസ് ഓൾസോ ഡിക്രീസിങ്. വാട്ട് ഹാപ്പൻസ് ടു അവർ എം പി, എം പി എന്താവുന്നു, നെഗറ്റീവ് ആവുന്നു. അതുകൊണ്ട് നമ്മൾ തേർഡ് സ്റ്റേജിന് വിളിക്കുന്ന പേര് നെഗറ്റീവ് റിട്ടേൺസ് എന്നാണ്. അപ്പൊ തേർഡ് സ്റ്റേജ് നമ്മുടെ എന്ത് സ്റ്റേജ് ആണ്, നെഗറ്റീവ് റിട്ടേൺസ്. എന്തുകൊണ്ടാണ് നമ്മുടെ തേർഡ് സ്റ്റേജ് നെഗറ്റീവ് റിട്ടേൺസ് എന്നറിയോ, കാരണം അവിടെ എം പി എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പൊ ഇത് ഇത്രയും എഴുതണം നമ്മുടെ എസ്സേയിൽ, ഓരോ സ്റ്റേജും മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് എന്താണ് അവിടെ ഓരോ സ്റ്റേജിലും ഓരോരുത്തർക്കും അവിടെ എന്ത് സംഭവിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി എഴുതണം. അങ്ങനെയായ എസ്സേ ക്വസ്റ്റ്യൻ ആയി കേട്ടോ, എസ്സേ കംപ്ലീറ്റ് ആവും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഈ എസ്സേ ഇതിൻ്റെ കൂടെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ മൂന്നെണ്ണം തന്നെ ഇല്ലേ, അതായത് ടി പി എ പി എം പി ഇല്ലേ, ഇവരുടെ മൂന്ന് പേരുടെ റിലേഷൻഷിപ്പാണ് ചോദിക്കാറ്. അപ്പം നമുക്കിനി റിലേഷൻഷിപ്പിലേക്ക് കിടക്കാം കേട്ടോ. ആരുടെ റിലേഷൻഷിപ്പാണ്, ആരുടെയൊക്കെ റിലേഷൻഷിപ്പിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്, ടി പിയും അതേപോലെ എം പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ ആദ്യം കിടക്കും. പിന്നെ നമ്മൾ കിടക്കുന്നത് ആരുടെ റിലേഷൻഷിപ്പാണെന്നറിയോ, എം പിയും എ പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അത് ഏതായിരിക്കും എന്നാണ് നമുക്കറിയാത്തത്. എന്തായാലും നമ്മൾ എഴുതണം. ഓക്കെ, ആദ്യം നോക്ക്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടി പിയും എം പി ആണ്. ആദ്യം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടി പി. വെൻ എം പി ഈസ് ഇൻക്രീസിങ്, ടി പി ഓൾസോ ഇൻക്രീസിങ്. കുഴപ്പമില്ല, നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് നിങ്ങൾ ആലോചിക്കുക. ടി പി കൂടുമ്പോൾ എം പിയും കൂടുന്നു, എം പി കുറയുമ്പോൾ ടി പി കൂടിക്കൊണ്ടിരിക്കുക, ബട്ട് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. പക്ഷേ ടി പി മാക്സിമം ആവുമ്പോൾ എം പിയുടെ വാല്യൂ എന്താണ്, സീറോയാ. അത് എവിടെയാണെന്നറിയോ, ടി പിയുടെ വാല്യൂ ഇവിടെ മാക്സിമം ആവുമ്പോൾ എം പിയുടെ വാല്യൂ എന്താണ്, സീറോയാ. ടി പി കുറയുമ്പോൾ എം പി എന്താവുന്നു, നെഗറ്റീവ് ആവുന്നു. അതിവിടെ ഉണ്ട് കണ്ടോ, എം പി ഈസ് നെഗറ്റീവ്, ടി പി ഈസ് ഡിക്രീസിങ്. ഇതാണ് 4. ഇനി അടുത്തത് നമ്മൾ ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്, എം പിയും എ പിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പം ഞാനിവിടെ സൈഡിൽ ഇത് നമ്മുടെ എ പി ആണ്, ഓക്കെ, ഇത് നമ്മുടെ എം പി ആണെന്ന് ആലോചിക്കാം. ഓക്കെ, ഇത് നമ്മളുടെ റിലേഷൻഷിപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയേ, എ പി ഈസ് ഇൻക്രീസിങ് വെൻ എം പി ഈസ് എബവ് എ പി. ഇവിടെ എം പി അല്ലേ മുകളിൽ കിടക്കുന്നേ, ഈ ഒരു സ്ഥലം വരെ ആരാ മുകളിൽ കിടക്കുന്നേ, എം പി ആ. അപ്പൊ എം പി കൂടുമ്പോൾ എ പി ഈസ് ഓൾസോ ഇൻക്രീസിങ്. രണ്ടും കൂടട്ടെ കേട്ടോ. നേരെ മറിച്ച് രണ്ടാമത് ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, രണ്ടാളും കൂടെ കൂട്ടിമുട്ടുന്നു, രണ്ടാളും ഈക്വൽ ആണ്. അതായത് വെൻ എ പി ഈസ് മാക്സിമം, എം പി എ പിയും ഈക്വൽ ആവുന്ന സ്ഥലത്ത് നമ്മുടെ എ പിയുടെ എന്താണ്, മാക്സിമം ആണ്. ഇത് വൺ വേർഡും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എം പിയും എ പിയും ഈക്വൽ ആവുമ്പോൾ എ പി മാക്സിമം ആവും, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇത് താഴുകയാണ് ചെയ്യുക കേട്ടോ. ഇനി മൂന്നാമത്തത്, എം പി കുറയുക, അപ്പൊ എ പി ഈസ് ഓൾസോ ഫോളിങ്. കണ്ടോ, എ പി ഈസ് ഡിക്രീസിങ് വെൻ എം പി ഈസ് ബിലോ. രണ്ടും താഴുക, രണ്ടും താഴ്ക്കൊണ്ടിരിക്കുക. എം പി താഴുമ്പോൾ എ പിയും താഴും, എം പി കൂടുമ്പോൾ എ പിയും കൂടും. പക്ഷെ രണ്ടും കൂടെ കൂട്ടിമുട്ടുമ്പോൾ ആരായിരിക്കും മാക്സിമത്തിൽ, നമ്മുടെ എ പി ആയിരിക്കും എന്ത്, മാക്സിമത്തിൽ കേട്ടോ. അപ്പൊ റിലേഷൻഷിപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത ഈ ചാപ്റ്റർ എന്നുള്ള ഒരു എസ്ഐ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ടേബിൾ ഫില്ല് ചെയ്യുക എന്നുള്ളത് കേട്ടോ. ഈ ടേബിൾ ഫില്ല് എടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു ടാസ്ക്. നമുക്ക് നോക്കാം. ആദ്യം ടി എഫ് സി ഔട്ട്പുട്ട് 0 ആവുമ്പോൾ ടി വി സി 0യാ. ദർ ഇസ് നോ കൺഫ്യൂഷൻ. നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ചിന്തിക്കണം, നമ്മൾ ടേബിൾ ഫില്ല് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഔട്ട്പുട്ട് 0 ആകുമ്പോൾ മക്കളെ ടി വി സിയുടെ വാല്യൂ 0 ആണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാ, ഔട്ട്പുട്ടിനനുസരിച്ച് കോസ്റ്റ് മാറുന്നതാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അപ്പം നമുക്കിവിടെ ടി എഫ് സി തന്നിട്ടുണ്ട്. ഒരു ടി എഫ് സി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അമാന്തിച്ച് നിൽക്കരുത്, ബാക്കി എല്ലാം അങ്ങനെ തന്നെ പെട്ടെന്ന് എഴുതുക. കണ്ടോ, ഇത് രണ്ടും പെട്ടെന്ന് എഴുതി വെച്ചു. ഇനി ടി സി കാണണം മക്കളെ. ടി സി കാണേണ്ട ഫോർമുല എന്താ, ടി എഫ് സി പ്ലസ് ടി വി സി ആണ്. ടി എഫ് സി പ്ലസ് എന്താണ്, ടി വി സി ആ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടും കൂടെ ആഡ് ചെയ്യാം.
അതായത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ 10 പ്ലസ് 20 30 10 പ്ലസ് 35 45 10 പ്ലസ് 45 55 10 plus 60, 70, 90, isn't it? 90, yes, 90. Then next one, 120. So we got TC. നമുക്ക് TC കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കാണണം? AFC. AFC കാണേണ്ട ഫോർമുല TFC ഡിവൈഡഡ് ബൈ Q ആണ്. ഏതാണ്? TFC ഡിവൈഡഡ് ബൈ Q ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ TFC ഡിവൈഡ് ബൈ Q കാണാം. ഓക്കെ, TFC ഡിവൈഡ് ബൈ Q നോക്കുക. ആദ്യത്തെ TFC ഏതാണ്? ഇതാ, ഇതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. 10 ഡിവൈഡ് ബൈ 0 0. അത് ഞാനൊന്നും എഴുതുന്നില്ല, 0. ലെറ്റ് മീ റൈറ്റ് ഇറ്റ് ആസ് 0. ഓക്കെ, അല്ലെങ്കിൽ ഹൈഫൺ ഇട്ടാൽ മതി. 10 ഡിവൈഡ് ബൈ 1 10, 10 ഡിവൈഡ് ബൈ 2 5, 10 ഡിവൈഡ് ബൈ 3 10 ഡിവൈഡ് ബൈ 3 10 ഡിവൈഡ് ബൈ 3 3.333. നമുക്ക് 3.3 എന്ന് എഴുതിയാൽ മതി. അടുത്ത 10 ഡിവൈഡഡ് ബൈ 4 10 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഇസ് 2.5. അടുത്തത് 10 ഡിവൈഡഡ് ബൈ 5 2 അല്ലേ? അടുത്തത് 10 ഡിവൈഡ് ബൈ 6 10 ഡിവൈഡഡ് ബൈ 6 ഗീവ്സ് യു 1.666 എന്നാണ്. നമുക്ക് 1.6 മതി. ഓക്കെ, ഒരു ഡിജിറ്റ് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ AFC കണ്ടു. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ AVC ആണ് കാണേണ്ടത്. AVC കാണേണ്ട ഫോർമുല TVC ഡിവൈഡഡ് ബൈ Q ആണ്. അപ്പോൾ ഏതാണ് നമ്മുടെ TVC? ഇതാണ് നമ്മുടെ TVC അല്ലേ? അതിനെന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് Q കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കിക്കോളൂ, എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? ആദ്യത്തത് 0 ഡിവൈഡ് ബൈ 0 0, അത് അങ്ങോട്ട് ഹൈഫൺ ഇട്ടാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ 0 എന്ന് എഴുതാം, നോ പ്രോബ്ലം. അടുത്തത് 20 ഡിവൈഡ് ബൈ 1 20, 35 ഡിവൈഡ് ബൈ 2 എത്രയാ? 17.5 അല്ലേ? 35 17.5. ഓക്കെ, അടുത്തത് 45 ഡിവൈഡ് ബൈ 3 15 അല്ലേ? 45 ഡിവൈഡ് ബൈ 3 ഗീവ്സ് യു 15. അടുത്തത് എത്രയാ? 60 ഡിവൈഡഡ് ബൈ അല്ലേ? 60 ഡിവൈഡ് ബൈ 4 60 ഡിവൈഡ് ബൈ 4 ഗീവ്സ് യു 15, അതും 15 ആ. അടുത്തത് 80 ഡിവൈഡ് ബൈ 5 80 ഡിവൈഡ് ബൈ 5 ഗീവ്സ് യു 16. അടുത്തതോ 110 ഡിവൈഡ് ബൈ 6 ഗീവ്സ് യു 18.3. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മുടെ AVC കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്താ കണ്ടത്? AC. SAC എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. മക്കളെ, ഇതെല്ലാം ഷോർട്ട് റൺ കോസ്റ്റുകളാണ്. അതായത് ഈ TFC TVC ഏതെല്ലാം നമുക്ക് ഷോർട്ട് റണ്ണിൽ മാത്രമേ ഇങ്ങനത്തെ കോസ്റ്റുകൾ കാണാൻ പറ്റുള്ളൂ. ലോങ് റണ്ണിൽ കോസ്റ്റ് 2 എണ്ണയുള്ളൂ. ലോങ് റൺ മാർജിനൽ കോസ്റ്റും ലോങ് റൺ ആവറേജ് കോസ്റ്റും. കേട്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ് കർവ്. അപ്പോൾ നമുക്കിനി SAC കാണാനുള്ള ഫോർമുല TC ഡിവൈഡഡ് ബൈ Q. നമ്മുടെ ഫോർമുല പഠിക്കണം. ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ Q ആണ് നമ്മുടെ ഫോർമുല. അപ്പൊ നമ്മുടെ ഓരോ TCനെയും കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്തെടുക്കുക. മൾട്ടിപ്ലൈ ചെയ്യല്ല, ഡിവൈഡ് ചെയ്യുക. കേട്ടോ, ഫോർമുല പഠിക്കണേ. ഓക്കെ, അപ്പൊ ഞാൻ കാൽക്കുലേറ്റർ ഇവിടെ വെക്കട്ടെ. TC അല്ലേ? ഓക്കെ, ഇവിടെ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാം. നോക്കിക്കോളൂ, ആദ്യത്തത് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ എന്ത് ചെയ്യാം? നിങ്ങൾ ബ്ലാങ്ക് ആക്കിക്കോ. കേട്ടോ, ആദ്യത്തെ നല്ല സുഖം, ഒന്നും ചെയ്യാനില്ലല്ലോ. 0 കൊണ്ടല്ലേ? അപ്പം പിന്നെ പ്രശ്നമില്ല. ഒരു മിനിറ്റ്, ഇതിനെ കൂടെ നീക്കട്ടെ. ഇതൊക്കെ വരച്ചിട്ട്. ഓക്കെ, നൗ കംസ് ദ നെക്സ്റ്റ് വൺ. നമുക്ക് നോക്കാം, ഡിവൈഡ് ചെയ്യാം. TC അല്ലേ? അടുത്തത് 20 ഡിവൈഡ് ബൈ 1 20 അല്ലേ? 20. ഓക്കെ, അടുത്ത TC ഏതാ? 45 ഡിവൈഡഡ് ബൈ 2. 45 ഡിവൈഡ് ബൈ 2 ഗീവ്സ് യു 22.5. അടുത്തതോ 55 ഡിവൈഡഡ് ബൈ 3 gives you how much? 18.3. അടുത്തതാ 55. 70 divided by 4 gives you how much? 17.5. Okay. അടുത്തതാ 90 divided by 5. That is 18. Now the last one, 120 divided by 6 gives you how much? 20. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്തു? നമ്മുടെ ഈ സംഭവം കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കൊന്നും കൂടെ കാണാനുണ്ട്. ഏതാണ്? MC ആണ്, മാർജിനൽ കോസ്റ്റ്. ഷോർട്ട് റൺ SMC എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് ആണ്. അതിന് ഫോർമുലയൊക്കെ ഉണ്ട്. അതായത് ഏതാണ് ആ ഫോർമുല എന്ന് ഓർമ്മയുണ്ടോ? ദാറ്റ് ഈസ്
ടി സി ഓഫ് എൻ മൈനസ് ടി സി ഓഫ് എൻ മൈനസ് 1 ആണ്. അതല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് വാട്ട് ഡെൽറ്റ ടി സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ. ഇത് ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷെ അത് അപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട, നമുക്കല്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ഐഡിയ ഉണ്ട്. ഇതാണല്ലോ നമ്മുടെ ടി സി. ആദ്യത്തേത് നമ്മൾ ഇനി ഒന്നും നോക്കണ്ട, മൈൻഡ് ചെയ്യേണ്ട, ബ്ലാങ്ക്. ഇനി നമ്മൾ നോക്കുക അഡീഷൻ. ടി സിയിലേക്ക് എത്രയാ വർധനവ്? 10 30ലേക്ക് എത്രയാ വർധനവ്? 20ന്റെ വർധനവുണ്ട്. സോ 20. 30 45ലേക്ക് എത്ര വർധനവ് വന്നു? 30 45ലേക്ക് 15. അടുത്ത 45 55ലേക്ക് വന്ന വർധനവ് എത്രയാ മക്കളെ? 10. 55 70ലേക്ക് എത്രയുണ്ട്? 15 അല്ലേ? 15. അടുത്തത് 70 90ലേക്ക് എത്രയുണ്ട്? 20. അടുത്തത് 90 120ലേക്ക് എത്രയുണ്ട്? 30. കണ്ടോ? അപ്പൊ നമ്മുടെ എന്ത് കിട്ടി? നമ്മുടെ MC കിട്ടി. നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ല. 1 2 3 4 5 6 അല്ലേ? 6 എണ്ണം. സാധാരണ എങ്ങനെയാണ്? 6 കോളം നമ്മൾ ഫില്ല് ചെയ്തു. 6 കോളത്തിന് 6 മാർക്ക്. പക്ഷെ നമുക്കറിയാം നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻ 8 മാർക്കിനെയാണ്. അപ്പൊ 2 മാർക്ക് എങ്ങനെ കിട്ടും? 2 മാർക്ക് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവർ പറയും ഈ ACO AFCO AVCO MCO ഇത് ഏതെങ്കിലും ഒരു കേവ് വരയ്ക്കാനായിരിക്കും ഉണ്ടാവുക. നമുക്ക് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. 2 കേവ് ചാൻസ് വരാൻ ഉള്ളത് ഒന്നല്ലെങ്കിൽ AVC അല്ലെങ്കിൽ SAC അല്ലെങ്കിൽ SAC അല്ലെങ്കിൽ SMC. അങ്ങനെ ഏതെങ്കിലും 2 കേവ്. ഇങ്ങനെ എനിക്ക് ബലമായ സംശയം SACയും SMCയും ആ 2 കേവ് ആണ് ചോദിക്കുക. പക്ഷേ ഈ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഈ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് ഡയഗ്രാം വരച്ചാൽ മതി. മക്കളെ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന കേവ് എന്ന് പറയുന്നത് എന്ത് ഷേപ്പ് ആയിരിക്കും? ഇറ്റ് ഈസ് SMC ഇങ്ങനെയായിരിക്കും. ആൻഡ് യുവർ MC ഇങ്ങനെയായിരിക്കും കേട്ടോ. ഓക്കെ, യു ഷേപ്പ് ആയിരിക്കും രണ്ടും എന്ത് ഷേപ്പാണ്? യു ഷേപ്ഡ് കേവ് ആണ്. ഓക്കെ, ലെറ്റ് മീ സി. അതായത് നോക്കിക്കോളൂ, ദിസ് വിൽ ബി SMC കേവ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, ദിസ് വിൽ ബി SAC കേവ്. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന കേവ്. രണ്ടും യു ഷേപ്ഡ് കേവ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ AFC ആണ് വരയ്ക്കാൻ പറഞ്ഞെങ്കിൽ കേവിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്, റെക്ടാങ്കുലർ ഹൈപ്പർബോള കേട്ടോ. ഇനിയിപ്പോൾ AVC ആണ് വരയ്ക്കാൻ പറഞ്ഞെങ്കിൽ അത് എക്സാക്ട്ലി യു ഷേപ്പ് ആണ്, AVC ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇതല്ലാതെ 3 കേവ് അല്ലാതെയും കിടക്കുന്നുണ്ട്. ഇത് TFC, നമ്മുടെ 10 10 10 എന്ന് എഴുതിയില്ലേ, അതാണ് TFC. പിന്നെ ഒന്ന് ഇങ്ങനെ വരാം, ദാറ്റ് ഇസ് കോൾഡ് TVC. പിന്നെ ഒന്ന് ഇവിടെ നിന്ന് തുടങ്ങാം, ദാറ്റ് ഇസ് കോൾഡ് TC. അപ്പോൾ എത്ര കേവായി? 3 3 3 6 കണ്ടോ, 8 കേവ്. ഓക്കെ, നോക്ക്, 1 2 3 4 4 3 7 കേവ്സ്. ഇതൊക്കെയാണ് കേവ്സിന്റെ ഷേപ്പുകൾ കേട്ടോ. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിന് വേറൊരു ക്വസ്റ്റ്യൻ ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും കാണാനുള്ള 2 മാർക്കിനായിരിക്കും. ഓക്കെ, അപ്പോൾ ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും നമുക്കറിയാം. ആവറേജ് പ്രോഡക്റ്റ് കാണേണ്ട ഫോർമുല ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ എല്ലാ. ഇവിടെ ഇപ്പോൾ എല്ലാ നിങ്ങളുടെ ഇൻപുട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാവുന്നത്. ഇവിടെ ഇപ്പോൾ ലാൻഡോ ലേബറോ എന്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. MP എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? TP ഓഫ് N മൈനസ് TP ഓഫ് N മൈനസ് 1. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഡെൽറ്റ TP ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ നമുക്ക് എഴുതാം എന്തോന്ന്? അഡീഷൻ ടു TP എന്ന് നമുക്ക് എഴുതാം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെച്ച് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഇത് കാണാം. എന്ത്? AP കാണാലോ. AP കാണാൻ AP കാണാൻ എന്ത് ചെയ്യാം? ഇതിനെ ഇതുകൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, സുഖമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നോക്കാം. 10 ഡിവൈഡ് ബൈ 1 10 ആണ്. 22 ഹരിക്കണം 2 11 ആണ്. 36 ഹരിക്കണം 3 12 ആണ്. 48 ഡിവൈഡ് ബൈ 4 എത്രയാണ്? 12 ആണ്. 55 ഹരിക്കണം 5 എത്രയാ? 11 ആണ്. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? AP കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഇത് കാണണം. അതായത് MP. ആദ്യത്തെ MP നമുക്ക് കാണാൻ കഴിയില്ല, നിങ്ങൾ ബ്ലാങ്ക് ആക്കിക്കോളൂ. അടുത്തത് TPയിലേക്ക് എത്രയാ വർധനവ്? 10 22ലേക്ക് വർധനവ് 12 ആണ് അല്ലേ? അടുത്തത് 22 16ലേക്കുള്ള വർധനവ് എത്രയാ? 16ലേക്കല്ല, 22 36ലേക്ക് എത്രയാണ്? 14. 36 48ലേക്ക് എത്രയാ?
12. അടുത്ത 48 55 എത്രയാണ്? 7. കണ്ടോ, ഇതാണ് നമ്മുടെ എന്ത് എം പി. അപ്പൊ എം പിയും കിട്ടി, ടി പിയും കിട്ടി. സുഖമല്ലേ? നമ്മളിവിടെ ഫോർമുല ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യാനൊന്നും പോയില്ല കേട്ടോ. നമ്മൾ ചെയ്തത് എന്താണ്? വെറും ടി പിയിലേക്ക് വരുന്ന എന്താണ് വർധനവ് മാത്രമാണ് നോക്കിയത്, വേറെ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ. ഓക്കെ, വർധനവൊക്കെ കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. 22, 36, 14, ഓക്കെ, 36, 40, 36, 48 12, ഓക്കെ 48. ഓക്കെ, ഫൈൻ.